അഡിയോസ് അമിഗോ എന്ന് വെച്ചാൽ പിന്നെ കാണാം. അതാണ് പടത്തിൻ്റെ പേര്. നമ്മുടെ ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട് അഭിനയിക്കുന്ന സിനിമയാണ്. ഇടയ്ക്ക് ഷൈൻ ടോം ചാക്കോയും പിന്നെ കുറേ ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ട്. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് പടം റിലീസ്. പടത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ട് നല്ല രസമുണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് ട്രാവലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു മൂവി ആയിരിക്കും. നാസർ പുള്ളിയാണ് ഡയറക്ടർ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെക്സ് ബിജോയ്, ഗോപി സുന്ദർ ഒക്കെയാണ്. സിനിമയുടെ ഒരു ട്രെയിലറിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് പടം നല്ല ഒരു കോമഡി ആയിരിക്കും. ബൊസെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുരാജിൻ്റെ പുറകിൽ ഇങ്ങനെ നടപ്പുണ്ട്. എന്നിട്ട് സുരാജ് ഒരു പൊട്ടനെ പോലെയാണ്. അതായത് പൊട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലോകവിവരമൊന്നും ഇല്ലാത്ത, എല്ലാം കണ്ട് പേടിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ട്രെയിലർ കണ്ടിട്ട് അതാണ് തോന്നുന്നത്. പടം ചിലപ്പം ഭയങ്കരമായിട്ട് ഹിറ്റായി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ സിനിമകൾ ഇപ്പോൾ കുറേ നാളായി ഇറങ്ങിയിട്ട്. ഇതുപോലത്തെ ഒരു ഫീൽ ഗുഡ് പടം എന്ന് പറയുന്നത് ഒരു കുറേ ട്രാവലിങ്ങും അറിയാത്ത ഒരാളുടെ കൂടെ അതാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. ജേണി വിത്ത് അൺനോൺ. അറിയാത്ത ഒരാളുടെ കൂടെ ഒരു ജേണി എന്ന് പറയുമ്പോൾ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ നല്ല രസമായിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നത് ആസിഫ് അലി വലിയ കാശുകാരനൊന്നല്ല. ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന ആസിഫ് അലി ഭയങ്കര കാശുകാരനാണ്, ഒരു പുത്ത കാശുകാരനാണ്. ഭയങ്കരമായിട്ട് പുള്ളി കാശ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 5 സ്റ്റാറിലൊക്കെയാണ് താമസിപ്പിക്കുന്നത് സുരാജിനെ കൊണ്ടുപോയിട്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എന്തോ സംഭവത്തിൽ പെടുകയാണ്. അങ്ങനെ ഒരു സംഭവം കാണിക്കുമ്പോൾ അത് നല്ല രസമാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നല്ലൊരു ഭയങ്കര ഒരു തമാശയൊക്കെ ക്രിഞ്ച് അല്ലെങ്കിൽ പടം ഭയങ്കര ഒരു ഹിറ്റായിരിക്കും. എന്താണെങ്കിലും സുരാജ് ഉള്ളതുകൊണ്ട്, സുരാജിനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സുരാജ് ഒരു ഭയങ്കര ആൾക്കാരുടെ പൾസ് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്, ഒരു ആക്ടറാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരുമാതിരിപ്പെട്ട പടങ്ങളൊന്നും പൊളി എന്ന് പറയാൻ പറ്റില്ല, വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പൊളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ ഒരു അർത്ഥം ഉണ്ടല്ലോ അല്ലേ. ഇവർ തിരുവനന്തപുരം മുതൽ പിന്നെ കൊല്ലം അങ്ങനെ ട്രാവൽ ചെയ്ത് വരികയാണ്. അപ്പോൾ പോലീസ് ആസിഫ് അലീനെ പൊക്കാണെന്ന് തോന്നുന്നു എന്തോ ഒരു കാര്യത്തിന് വേണ്ടി. അതാണ് ട്വിസ്റ്റ് സിനിമയിൽ. ഇങ്ങനത്തെ സിനിമകൾ നല്ലപോലെ വിജയിക്കാനുള്ള ഇതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൽ പ്രേക്ഷകർ അതിനെ ഏറ്റെടുക്കും എന്നുള്ളത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ്. പടം എന്താണേലും അടുത്ത ദിവസം തന്നെ ഇറങ്ങും. ഇനി ഒരു 10 ദിവസം കൂടെ ഉള്ളൂ. 10 ദിവസം ആകുമ്പോഴേക്കും സിനിമ ഇറങ്ങി തകർക്കട്ടെ എന്നാണ് എൻ്റെ ഒരാഗ്രഹം. പടം ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു കോമഡി ഫിലിമായിരിക്കും. 1-2 പാട്ടുകൾ കൂടെ ഹിറ്റായി കഴിഞ്ഞാൽ പടം വേറെ ലെവലിലേക്ക് പോകും. കാരണം ആസിഫ് അലിക്ക് അല്ലെങ്കിൽ തന്നെ നല്ല ഫോളോവേഴ്സ് ഉള്ളതാണ്. വേറെ രീതിയിലുള്ള റോൾസ് പുള്ളി ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മമ്മൂക്കയെ കണ്ട് പഠിക്കാമെന്ന് തോന്നുന്നു. ലെവൽ ക്രോസ് എന്ന പടത്തെക്കുറിച്ച് ഞാനിങ്ങനെ ട്രെയിലറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്ത് പുള്ളി ഭയങ്കര വേറെ ഒരു ലുക്കാണ്. ഇതിനകത്ത് ഭയങ്കര ഇങ്ങനെ കൂളായിട്ട് നടക്കുന്ന ഒരു ഡ്യൂഡ് ലുക്കാണ്. പുള്ളി ഇങ്ങനെ പാറി നടക്കുന്നു, തേൻ കുടിക്കുന്നു, പരാഗണം എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ് പുള്ളി. അതാണേലും പടം അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ മലയാളീസിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാറി നടക്കുന്ന ആൾക്കാർ, ആരെയും ദ്രോഹിക്കാതെ, ആർക്കും ഇങ്ങനെ ദ്രോഹമൊന്നും ചെയ്യാതെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന, കയ്യിൽ കുറേ കാശുണ്ട്. പക്ഷേ പുള്ളി എന്തോ ദ്രോഹം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ചെറിയ എന്തോ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നു. അതെന്താണെങ്കിലും സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചെറിയ തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ ചെയ്താലും ഇങ്ങനെ ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. അതൊരു ഫീൽ ഗുഡായിട്ട് അതിൻ്റെ കൂടെ കുറേ കോമഡി ഉണ്ടെങ്കിൽ അതങ്ങനെ പടം അങ്ങനെ അങ്ങ് പോവും. അതാണെന്ന് തോന്നുന്നു ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ പടത്തിൻ്റെ ട്രെയിലർ കാണുമ്പോൾ അതാണ് തോന്നുന്നത്. എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ഇനി അടുത്ത് തന്നെ ഇനി ഒരു 10 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ് ടു അഡിയോസ് അമിഗോ. അപ്പോൾ അഡിയോസ് അമിഗോ.